അച്ഛൻ്റെ അന്ത്യനിദ്രയിൽ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന കാസയിലേക്ക് ഞാൻ നോക്കാൻ ഒരു കാര്യമുണ്ട്. അച്ഛൻ ഒരിക്കൽ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ 40-ാം വയസ്സിൽ വൈദികനായപ്പോൾ വിശുദ്ധ ബലിയർപ്പി അർപ്പണത്തിൽ ഇത് എൻ്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് പറഞ്ഞ് ആശീർവാദ സമയത്ത് ഉയർത്തുന്ന കാസ, ആ കാസയുടെ പിന്നിലെ കഥ അതിങ്ങനെയാണ്. അച്ഛനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന, വാത്സല്യം ചൊരിഞ്ഞിരുന്ന അച്ഛൻ്റെ വല്യമ്മ, ആ വല്യമ്മയുടെ അഭിലാഷം കൊണ്ടുകൂടിയാണ് അച്ഛൻ വൈദികനായി മാറിയത്. അച്ഛൻ വൈദികനാകുന്നതിന് മുൻപ് എപ്പോഴോ ആ വല്യമ്മ മരിച്ചുപോയി. ആ വല്യമ്മ അവസാന കാലത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്, കഞ്ഞി കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഒരു ചെറിയ വെള്ളിപ്പാത്രമാണ്. ആ വെള്ളിപ്പാത്രം വല്യമ്മയുടെ മരണത്തോടുകൂടി അനാഥമായി. അച്ഛൻ എന്ത് ചെയ്തെന്നോ, ആ വെള്ളിപ്പാത്രം എടുത്ത് അതിനെ ഒരു കാസയായി രൂപകൽപ്പന ചെയ്യാൻ ഒരാളോട് പറഞ്ഞു. അങ്ങനെ രൂപകൽപ്പന ചെയ്ത കാസയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അച്ഛൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നത്. ജീവിതത്തിൽ മനുഷ്യന്റെ അനുഭവങ്ങൾ, വാത്സല്യങ്ങൾ, സ്നേഹം, ഹൃദയം, ആത്മാർത്ഥത, പ്രാർത്ഥന ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു നിമിഷമാണത്. ഒന്നും മറക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണത്. നമ്മളെ നമ്മളാക്കിയവരാര്, നമ്മളെ വഴിമാറ്റി ചിന്തിപ്പിച്ചതാര്, നമുക്ക് നേർവഴി കാട്ടിയതാര്, നമുക്ക് വാത്സല്യവും സ്നേഹവും പകർന്നതാര്, അവരെ മറക്കരുത് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ആ കാസയുടെ ഉയർത്തലിലൂടെ നമ്മൾ കാണുന്നത്.